ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്പരപ്പൂ പൊങ്കലാഘോഷമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊങ്കലാഘോഷത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്നതായിട്ട് നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടതാണ്. വീട്ടിൽ വന്നതിന് ശേഷം രേവതിയുടെ അവസ്ഥ പഴയ പോലെ തന്നെ ആവുകയാണ്. 24 മണിക്കൂറും ജോലി ചെയ്യിപ്പിക്കുകയാണ് ചന്ദ്ര. മാത്രമല്ല എന്ത് കാര്യത്തിന് രേവതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വർഷ ജോലിക്ക് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ആകെ ടയേർഡായിട്ടാണ് വരുന്നത്. ഈ ഒരു സമയത്ത് രേവതിയുടെ ഒരു ഗ്ലാസ് ചായ എടുത്ത് തരാണ്ട് പറയാണ്. രേവതി ചായ തിളപ്പിക്കാനായിട്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് വർഷ വേഗം തന്നെ ബാഗിൽ നിന്ന് കൊതുകിനെ കൊല്ലുന്ന ഒരു സ്പ്രേ എടുക്കണം. അതിനുശേഷം ഹാള് നിറച്ച് സ്പ്രേ ചെയ്യാണ്ട്, അതായത് ഒരു സ്ഥലം പോലും ബാക്കി വെക്കുന്ന സോഫയിൽ, കസേരയിൽ, അതുപോലെ തന്നെ ഷോർട്ട് കേസിൽ, അങ്ങനെ തുടങ്ങിയ എല്ലായിടത്തും സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി വന്നിട്ട് പറയുന്നത്, വർഷ മതി, ഇത് ഇത്രയൊക്കെ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൊതുകിന്റെ ഭയങ്കര ശല്യമാണ്, ഏത് സമയത്തും കടിച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും അതിന് ഒന്നോ രണ്ടോ കൊതുകല്ലേ വർഷമുള്ളൂ, അതിന് ഇത്രമാത്രം അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മുടെ രേവതി ചോദിക്കുകയാണ്. ഈ സമയത്ത് വർഷ പറയും, ഇനി ഒറ്റ ഒരെണ്ണം പോലെ വീട്ടിൽ കയറി വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം രേവതി പറയുന്നത്, എനിക്ക് ഈ മണം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൂക്കും പൊത്തിക്കൊണ്ട് തന്നെ പോവാണ്. ഈ ഒരു സമയത്ത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് അർജന്റായിട്ടൊന്ന് തിരികെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയ്ക്ക് ഒരു കോള് വരികയാണ്. വർഷ രേവതിയോട് പറഞ്ഞിട്ട് തിരികെ പോവുകയും ചെയ്യട്ടെ. ഈ ഒരു സമയം തന്നെ നമ്മുടെ രവി അകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതെന്തോ ഒരു മെനക്കെട്ട മണം എന്ന് പറഞ്ഞാൽ മൂക്കും പൊത്തി പിടിച്ചുകൊണ്ടാണ് രവി അകത്തേക്ക് കയറി വരുന്നത്. അതിനുശേഷം രേവതിയുടെ മോളെ, രേവതി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്ന പറയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ രവി ചുമച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതി വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ഇത് എന്താ മോളെ ഇത്ര മെനക്കെട്ട മണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ ഒരു കൊതുകിനെ കൊല്ലുന്ന സ്പ്രേ കൊണ്ടുവന്നിരുന്നു, അത് ഇവിടെ ചുറ്റും അടിച്ച അതിൻ്റെ മണമാണ് അച്ഛന്ന് പറയാനുണ്ട്. അതിനുശേഷം രവിക്ക് വേണ്ടിയിട്ട് ചായ എടുക്കാട്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് വേഗം രവിക്ക് നെഞ്ചുവേദന വരികയാണ്. രേവതിനെ വിളിച്ചുകൊണ്ട് തന്നെ സോഫയിലേക്ക് പതിയെ മറിഞ്ഞു വീഴാണ്ട് രവി. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ രേവതി ഓടി വരികയും സച്ചിയെയും അതുപോലെ തന്നെ ചന്ദ്രനെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല. കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി തിരിച്ചു വിളിക്കുമ്പോഴത്തേക്കും അച്ഛനോട് താൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നും ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് രേവതി പറയുകയാണ്. അച്ഛന് പാടില്ല, അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് അറിയുമ്പോൾ തന്നെ മഹേഷും കൂടെ കയറുകയാണ് കേട്ടോ. ഇരുവരും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഐസിയുവിന്റെ ഫ്രണ്ടിൽ തന്നെ രേവതി ഉണ്ടാവും. രേവതിയുടെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ തിരക്കിയതിന് ശേഷം സച്ചി വേഗം രവീനെ കടത്തിരിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അതിനുശേഷം ഡോക്ടറോടായിട്ട് അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചറിയാണ്. ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, കൃത്യസമയത്താണ് ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കുറച്ച് സമയം വൈകിയിരുന്നെങ്കിൽ അച്ഛൻ നിങ്ങൾക്ക് ജീവനോടെ കാണാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ തന്നെ ഡോക്ടർ വീണ്ടും പറയും, സർജറിയും മറ്റും കഴിഞ്ഞിരിക്കുന്ന ഇദ്ദേഹത്തിന് സ്പ്രേയുടെയോ പൊടിയുടെയോ ഒന്നും സ്മെല്ലടിക്കാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കൊതുകിനെ കൊല്ലുന്ന മരുന്നടിച്ചത് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ആൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഡോക്ടർ പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ ആരാണ് കൊതുകിനെ കൊല്ലാതെ സ്പ്രേ അടിച്ച് ചോദിക്കുമ്പോഴത്തേക്കും രേവതി കാര്യങ്ങൾ വിശദമായി തുറന്നു പറയാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്ര കയറി വരുന്നത്. ഉടനെ തന്നെ ചന്ദ്ര, രവിയേട്ട ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ തിരക്കുന്ന സമയത്ത് അച്ഛനെ ഇപ്പം കുഴപ്പമൊന്നുമില്ല, കൊതുകിന്റെ സ്പ്രേ അടിച്ചുകൊണ്ടാണ് അച്ഛനിപ്പം വീണ്ടും സുഖമില്ലാതായത് നമ്മുടെ സച്ചി പറയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ, ഈ എന്തിനാ രേവതി കൊതുകിന്റെ സ്പ്രേ അടിച്ച്, നിനക്ക് അറിയാൻ പാടില്ലാന്ന് അച്ഛന് സുഖമില്ല എന്ന്, നിനക്ക് ആ പൂക്കടയിൽ വല്ലതും പോയിരുന്നാൽ പോരായിരുന്നു, ഏത് സമയത്ത് ശകുനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ ഒരുപാട് വഴക്ക് പറയാനുണ്ട് ചന്ദ്ര. രേവതിനെ ചന്ദ്ര കുറ്റം പറയുന്ന കാണുമ്പോഴത്തേക്ക് രവി സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയും രേവതിയും കൂടെ പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ സുഖമില്ലല്ലോ, ഇപ്പൊ ഒന്നും തന്നെ പറയേണ്ടതില്ല എന്നും പറഞ്ഞ് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി ചോദിക്കുകയാണ്, രേവതി സത്യം പറ, ആരാ കൊതുകിനെ കൊല്ലാനുള്ള സ്പ്രേ അടിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് വർഷയാണെന്ന് രേവതി തുറന്ന് പറയുകയാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും നമ്മുടെ വർഷം മൂലം ഒന്നുകൂടി രവി ഹോസ്പിറ്റലിൽ കിടക്കുന്നൊരു ഭാഗം നമുക്ക് വരാനുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.